കേൾക്കണതൊക്കെ ശരി തന്നെയാണ്. നേർച്ച കോയിനെ തിന്ന് വയറ് വീർത്ത് ചത്ത അദ്രുമാന്റെ മോൻ ഖാലിദ് മൂക്കറ്റ കടത്തിലായിരുന്നു. ഇരുന്തലക്കാട് ഒരു മുത്തുമാല പൂശിച്ചു എന്റെ കഴുത്തിലിട്ട് കൊടുത്ത് 3ന്റെ അന്ന് 10 ലക്ഷത്തിന്റെ ഷോർട്ടേജ് എന്റെ കീശയിൽ വീടില്ലേ. നമ്മൾ ഉമ്മാന്റെ വലിയൊരു പൂതിയായിരുന്നു ഒരു ആനക്ക് പാപ്പാന്റെ പേരിടണമെന്നോ. വേണ്ടാന്ന് ഇരുന്തലക്കാടൻ പറഞ്ഞതാ. അത് കേക്കാണ്ട് കൊണ്ടോട്ടി മൂസേന്റെ അടുത്ത് വാങ്ങിയ ആനേനെ കരീം സേട്ടേ എന്ന് വിളിച്ച് 3ന്റെ അന്ന് ആന മയ്യത്തായി. ഓര് പറയുന്നത് ചെയ്യണോണ്ട് ഞമ്മക്ക് ഇതുവരെ നല്ലതല്ലാണ്ട് വെടക്കായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. ആമിനയില് ഞമ്മക്കുണ്ടാവാൻ പോണ പകേ ഈ ദുനിയാവില് വലിയൊരു പരിപാടിയാവുന്ന ഇരുന്തലക്കാട് പറയുന്നത്. വലിയ കുതിര വണ്ടി വാടാ ഇങ്ങോട്ട്. എന്താ സാപ്പുണ്ണിയാരെ ഈ പാതിരായ്ക്ക്? ചൊവ്വാഴ്ച വെള്ളിയാഴ്ച മനുഷ്യന്മാരാരെങ്കിലും ഇറങ്ങി നടക്കും. ഈ നേരത്ത് വെള്ളാട്ടപ്പോക്കർ ഇറങ്ങണ നേരാ. ഞാൻ കണ്ടു വെള്ളാട്ടപ്പോക്കറിന്റെ പ്രേതത്തെ. എവിടെ? വഴി പിരിയുന്നിടത്ത് ഓടി വാഴക്കടവത്ത് കുപ്പറ എടുക്കാൻ പോയതായിരുന്നു. തോന്നി മടങ്ങിപ്പോ വൈകി. എന്നാ അങ്ങക്ക് ആ കടവത്ത് മമ്മദ് ഖാന്റെ ബഞ്ചിപ്പുരയിലാറ്റോ കിടന്നുകൂടായിരുന്നാ? നിങ്ങളുടെ നസീബോണ്ട് കഴിച്ചലായതാ. എത്ര ആളാ പോക്കരെ കണ്ട് ചത്തിരിക്കണ്. ഇനി വെളുത്തിട്ട് പോയാ മതി. വെളുക്കണ വരയ്ക്കും പോക്കർ അലിഞ്ഞു നടക്കും. പോരേന്റെ ചാർത്തിൽ കിടക്കാം. ഇങ്ങോട്ട് കേറൂല. ആ ഇരുന്തലക്കാടൻ നമ്പൂരിച്ചൻ പടിക്കൽ ഈ ആന അടിച്ച പിന്നെ പോക്കർ ഈ വഴി വന്നിട്ടില്ല. നിങ്ങൾ വരുന്ന തെങ്ങ് കവങ്ങ് മാവ് മരങ്ങൾ വിൽക്കാനുണ്ടോ? 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 ആ പൊങ്ങട്ടെ പൊങ്ങട്ടെ. എന്ത് പൊങ്ങാനാ നിക്കാ? എന്റെ തൊള്ളയിൽ എന്റെ മാക്കൾ കയറിയിരിക്കണ 3 കുറ്റി പുട്ടും കൈത്തണ്ടന്റെ വലിപ്പമുള്ള അരക്കൊല പയോ ഒരു ചെമ്പ് ചായന്റെ വെള്ളം കുടിച്ചിട്ട് 1/2 മണിക്കൂർ ആയില്ലല്ല. അപ്പോഴേക്ക് എന്റെ നാക്ക് കൊഴിഞ്ഞു പോയാ വിട്ടൂലേ അമ്മായിരം മൈകണ എന്റെ വെച്ചാ ഇങ്ങനെ മരങ്ങൾ വിൽക്കാനുണ്ടോ? വെറുതെ കൈത്തിരിച്ചാ മാത്രം പോരാ. തൊള്ള നല്ലോണം തുറക്ക്. ഈ നാട് മുഴുവനും കേൾക്കണം. ഇക്ക ഇങ്ങനെ നാട്ടിൽ മരക്കച്ചവടത്തിന് വന്നതാ അല്ലെ നമ്മുടെ കച്ചവടം നിൽക്കാൻ വന്നതാ? നമ്മൾ ഈ നാട്ടിൽ പുതിയ ആൾക്കാരാണ്. എന്റെ തൊള്ളേന്റെ ബലത്തിൽ വേണം നമ്മുടെ ബിസിനസ് തയ്ച്ച് വളരാൻ. ആ വെളിപൊങ്ങട്ട് തെങ്ങ് കവങ്ങ് മാവ് മരങ്ങൾ വിൽക്കാനുണ്ടോ? ഇവിടെ തെങ്ങ് കവങ്ങ് മാവ് വിൽക്കാണ്ട. ഈ തോപ്പ് മൊയ്തൂട്ടി ആജന്റിയാ മോനെ. നിങ്ങൾ ഓരോട് പോയി ചോദിക്കും. തെങ്ങ് കവങ്ങ് മാവ് മരങ്ങൾ വിൽക്കാനുണ്ടോ? മുപ്പരെ ഇവിടെ ഈ തല പോയ തെങ്ങ് വല്ലതും വിൽക്കാണ്ട. ഇവിടുന്നാ ഇച്ചിരി ദൂരത്തുനിന്നാ മരക്കച്ചവടത്തിന് ഇറങ്ങിയതാ. ഞാൻ വേഗം നിർത്തി വിട്ടോളൂ. ആചാര്യന്റെ തോപ്പിൽ തലയില്ലാത്ത തെങ്ങ് നോക്കുന്ന തന്റെ ഒന്നും തല കാണില്ല. ആ വേഗം സ്ഥലം വിട്ടോളൂ. ഹാജിയാർ? അതെ ഹാജിയാര്. അല്ല മൂപ്പര് ഏത് ഹാജിയാര്? മൊയ്തുട്ടി ഹാജി. തെങ്ങ് കവങ്ങ് മാവ് മരങ്ങൾ വിൽക്കാനുണ്ടോ? തെങ്ങ് കവങ്ങ് മാവ് മരങ്ങൾ വിൽക്കാനുണ്ടോ? എന്തിനും തൊള്ള കയറുന്നത് തൊയ്ത്തിൽ പയ്യനെ പഠിപ്പിക്കാനാ? നമ്മള് കുറെ ദൂരത്തുനിന്ന് പറഞ്ഞ മരക്കച്ചവടക്കാരാണേ. അപ്പൊ നല്ല തൊള്ളയെടുത്ത് വിളിച്ചാലല്ലേ നമ്മളെ ആൾക്കാർ ശ്രദ്ധിക്കൂ. അതുകൊണ്ടാ ഈ തെങ്ങ് കവുങ്ങ് മാവ്. മരങ്ങൾ വിൽക്കാനുണ്ടോ? മതിയെന്ന്. തെങ്ങും മാവും കവുങ്ങൊക്കെ പോരാന്റെ പിന്നാമ്പറത്തുണ്ട്. ചെന്ന് നോക്ക്. ശരി സഹോദരി. ഇവിടെ ഇരിക്കെ. വെള്ളം ചൂടായിട്ട് വിളിക്കാം. ഹസീന. കസ്തൂരി പൂങ്കാറ്റേ ഇത് കണ്ടോ ഈ കണ്ണാളെ. കണ്ണില് കണ്ണില് മിന്നായം കൽവില് പൊയമീൻ തുള്ളാട്ടം. മുഞ്ചിത് കണ്ടു കണ്ടോ മുസറുത് കണ്ടു കണ്ടോ. ആരിവളെന്ന് പറയൂ നീ. ഞമ്മളെ പോരേന്റെ പിന്നാമ്പുറത്ത് അനക്കെന്താടാ പണി? മരങ്ങൾ വിൽക്കാനുണ്ടോ? ഞമ്മളെ പോരേലെ പെണ്ണുങ്ങൾ ഒളിഞ്ഞു നോക്ക ഇങ്ങക്ക് എങ്ങനെ ധൈര്യം വന്ന്? നമ്മൾ ആരാന്നറിയാ? മൊയ്തൂട്ടിയാജി, കോലറക്കല് മൊയ്തൂട്ടിയാജി. ഞമ്മള് വേണ്ടാന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ ഒരു ഈച്ച അനങ്ങൂല, ഒരു കാക്ക പറക്കൂല. അങ്ങനെയുള്ള ഞമ്മളെടുത്ത് അറാമ്പറപ്പ് കാണിക്കുക.
ഇളാണ് മൊയ്തൂട്ടി ഹാജി ഭയ്യെന്നെല്ലാം പെരുത്ത് കേട്ട് ഇങ്ങടെ പേര് അറിഞ്ഞോണ്ടൊരു ഹറാം പറപ്പും നമ്മൾ കാട്ടിയിട്ടില്ല. മരം നോക്കി നോക്കി വന്നപ്പോ ഒരു കിളിച്ചുണ്ട മാവ് നിൽക്കണം, വേറെ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. ഒരേ ഔത്താണോടാ മാവ്. എറയമേലൊരു ഓട് പൊട്ടിയിരുന്ന് അതിന്റെ ഇടയിലൂടെയാണ് മാവ് കണ്ടത്. അന്റെ ചൂത്രമൊന്നും നമ്മളെടുത്ത് വേണ്ട. ഇന്നാട്ടിൽ മരക്കച്ചവടം ചെയ്യാം, പുറത്തൊന്നും ഒരുത്തന്റെ ആവശ്യമില്ല. അതിനിവിടെ ഞമ്മളുണ്ട്. മരക്കച്ചവടം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടാത്ത മരങ്ങള്? ഞമ്മക്ക് വേണ്ടാത്ത മരങ്ങളൊന്നും ഇന്നാട്ടിലില്ല. തല പോയ തെങ്ങ മറ്റ തലയല്ല ബാല് പോയ തെങ്ങായാലും ഞമ്മക്ക് വേണം. ഇക്കച്ചവടം ഇന്നാട്ടിൽ നടക്കൂല. പൊക്കോ, വേറെ ഏതെങ്കിലും നാട്ടിലേക്ക് പൊക്കോ. ഓടാ. ഗോലാടി കൊക്കോടാലി ഞമ്മടെ ബിസിനസ് ഒന്ന് ബേഷായിട്ട് വേണം കുറച്ചും കൂടി വലിയ പുരയിലേക്ക് മാറാൻ. ഇവിടെ അത്രക്ക് സൗകര്യം പോരാ. അനക്ക് ഇതൊന്നും പോരല്ലേ? ഞാൻ തിരൂരങ്ങാടിയിലും ബസ് സ്റ്റാൻഡിലൊക്കെ ആയിട്ട് മുട്ടന്റെ കടി കൊണ്ട് കിടന്നല്ലേ. ആ ചോയിന്റെ കാല് നോക്കിയിട്ടാ ഇത് തന്നെ ഇവിടെ ഒത്തുകിട്ടിയത്. വലിയ പോരേ. ഞമ്മളിക്കാന്റെ കച്ചവടം നല്ല ബർക്കത്തായിട്ട് വന്നിട്ടുള്ള കാര്യമല്ലേ പറയണ്. ഈ കച്ചവടം നടക്കൂല. അപ്പൊ പിന്നെ ഞമ്മളെന്തെടുക്കും? നമ്മൾ അച്ചവടം മാറ്റും. ഈത്തപ്പയോ ഈത്തപ്പയോ, നല്ല സഹായ വിലക്ക് ഈത്തപ്പയോ ഈത്തപ്പയോ ഈത്തപ്പയോ, ഈ ദുന്യാവിൽ ആരും കൊടുക്കാത്ത വിലക്ക് ഈത്തപ്പയോ ഈത്തപ്പയോ ഈത്തപ്പയോ. നല്ലതാണാ? അറേബ്യൻ നിന്ന് കാലത്ത് കൊണ്ടുവന്നുള്ളൂ. അതൊക്കെ കഴിച്ചു നോക്കിട്ട് പറയാം. ആ. എന്താണ് വില? വിലയും കൊലയും നോക്കണ്ടുമ്മ. ഉമ്മക്ക് ഇഷ്ടമുള്ള തന്നോളി. ആ പഴയ തുണി ഓ മതി മതി മതി. എത്ര വേണമെന്ന് പറയും. ഷൈനബാ, ഇജ് പോയി ഒരു പാത്രം എടുത്തിട്ട് വരി. ഇജ് പോയി വേണ്ടാത്ത തകരവും തുണി എടുത്തിട്ട് വാ. വേറെ കച്ചവടം ചെയ്യാൻ എത്ര വേണേമ്മ? എത്ര വേണേലും എടുത്ത് തിന്നു പോയിക്കളി. ഈ സ്റ്റൈലിലേക്ക് ആയേരണ്ട. എന്തിനാ കാക്കേനെ പോലെ കൈത്തിരിക്കണം? ലേസം ലേസം വെള്ളം വെള്ളം കുടിക്കാൻ ദാഹിക്കണ്. ആ പിന്നില് പണിക്കാരുണ്ടാവും, അവിടെ പോയി ചോദിക്കുക. ഉമ്മാക്ക് എടുത്തു കൊടുക്ക്. ഉമ്മാക്ക് തൂക്കി കൊടുക്ക്. ഉമ്മാക്ക് എടുത്തു കൊടുക്ക്. എന്താണ്ടാക്കടുത്ത് തുള്ളരുത്. അന്റെ കാലുമ്പ ആണി കയറിയ ഒരു തത്തുമ്മ. എന്തുമ്മ? ഒരു തത്തുമ്മ ഇങ്ങോട്ട് പറന്നു വന്നു. നമ്മളെ പറമ്പ് കൂടെ തത്തുമ്മയും പാത്തുമ്മയും ബീവാത്തുമ്മൊക്കെ പറന്നു വന്നു വരും. അതിന് അനക്കെന്താന്നാ ചോദിച്ചത്? മരക്കച്ചോടൻ തത്തുമ്മ ഇറങ്ങി പോടാക്കി മാറേ. അല്ല ആചാരെ, നിങ്ങൾ പറഞ്ഞനുസരിച്ച് നമ്മൾ മരക്കച്ചവടം നിർത്തി ഈത്തപ്പഴത്തിന്റെ ബിസിനസ് തുടങ്ങി. ഈ ദുനിയാവിലെ ഏറ്റവും കുറഞ്ഞ വിലക്ക് നല്ല ഈത്തപ്പഴം. എന്താ എന്റെ ഉദ്ദേശം? ഈ ഈത്തപ്പഴത്തിന്റെ കുന്തപ്പയോ നമ്മളെ പൊരയിൽ അനക്കെന്താ പണി എന്നാ ചോദിച്ചല്ലേ ആചാര്യ പറഞ്ഞ്. പൊരേന്റെ ഉമ്മറത്തിരുന്നൊരു ഉമ്മാക്ക് ഈത്തപ്പഴം തൂക്കി കൊടുത്തോണ്ടിരുന്നപ്പോഴേ ഒരു തത്തുമ്മ പറന്ന് എന്റെ ഈത്തപ്പഴം ഇവിടെ വെക്കാനാ. നടക്കണ അങ്ങോട്ട്. അന്റെ ഭയവും വേണ്ട പപ്പടം വേണ്ട, എടുത്തോണ്ട് പോടാ. എന്താ ബലാലെ വായി പൊളിച്ച് നിൽക്കും? നമുക്ക് എന്താടാ പിരാന്ത് കാട്ടണ? ഈ വിലക്ക് ഈത്തപ്പഴം എവിടെയെങ്കിലും കിട്ടുമോ? ഈയിലും വില കുറച്ച് കിട്ടുന്ന ഒരു സാധനം ഉണ്ട്, ചാണകം. വാങ്ങിച്ചു തിന്നോളി. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കരണക്കുട്ടിക്ക് നല്ല വീക്ക് കിട്ടിയിട്ടുണ്ടോ? ഇല്ല. എന്താണ്ടാ? അല്ല, ഇങ്ങനെ സ്വഭാവം വെച്ച് നോക്കുമ്പോ മോറ് വീങ്ങണ സമയം കഴിഞ്ഞ്. എന്താണ്ടാ എന്റെ സ്വഭാവത്തിനൊരു കുഴപ്പം? കുഴപ്പമൊന്നുമില്ല. നല്ല മൊഞ്ചത്തികളെ കണ്ടാല് ഇങ്ങനെ കണ്ണു മഞ്ഞളിക്കുന്നതും പാ നിറച്ച് വെള്ളം നിറയുന്നതും ഞമ്മള് കണ്ടിട്ടുണ്ട്. കണ്ടു ഈന്തപ്പയം തൂക്കുമ്പോള് ഒരു ചുവന്ന മാമ്പയം കണ്ട് ഇങ്ങള് വാ പൊളിക്കണത് നമ്മള് കണ്ട്.
ഇങ്ങനെ കച്ചവടം ചെയ്താല് ഉടനെ പാളയം തകരം എടുത്തിട്ട് നമ്മൾ ബൈയിൽ കുത്തിരിക്കേണ്ടി വരും. കോളേജ് കണ്ട കണ്ട് 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 കണ്ടേ. ഓള് ഏതാ? ആ ഉമ്മാന്റെ മോളോ ഹാജാരുടെ പെങ്ങളോ ആയിരിക്കും. നാട്ടിൽ നിറയെ പെണ്ണുങ്ങളുണ്ട്. അതൊക്കെ ആരൊക്കെയാണെന്ന് കണ്ടുപിടിച്ചെടുക്കാൻ പറ്റൂക്ക. ലൈഫോ എവിടെയാണ് അവിടെയാണ് ആരോഗ്യോ. പക്കെങ്കിൽ എന്താണ് നമ്മള് സ്നേഹിച്ചു പോയി. ആരെയാണിക്ക? ആ മുഞ്ചത്തിനെ. അതെപ്പോഴാണിക്ക? ഓളെ ഞമ്മള് കണ്ടില്ലേ? അപ്പൊ തന്നെ ഓള് ഞമ്മടെ കൽബി കയറി കുത്തിയിരുന്നു. ഇതൊരു ജാതി ദീനോണിക്ക. എന്ത്? ചേലുള്ള പെമ്പിള്ളേരെ കണ്ടാല് ഓരോട് കൽബി കയറി കുത്തിരിക്കാൻ പറയല്. എങ്കിലാ ദീനം ഞമ്മക്ക് പിടിച്ചു ഉസ്മാനെ. ഓളെ ഞമ്മളെപ്പോഴും കിനാവ് കണ്ടുകൊണ്ടിരിക്കുക.